പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയമാണ് നേടിയത്. BJPക്ക് അത്രയൊന്നും ശക്തിയില്ലാതിരുന്നൊരു സംസ്ഥാനമാണ്. പരമ്പരാഗതമായ BJPയുടെ ശക്തി കേന്ദ്രമായിരുന്നില്ല പശ്ചിമ ബംഗാൾ. അവിടെ 1977 മുതൽ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയാണ് ഭരിച്ചിരുന്നത്. പിന്നീട് 2011 മുതൽ 15 വർഷം കോൺഗ്രസും തെറ്റിപ്പിരിഞ്ഞ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി. മമതാ ബാനർജി CPMനെതിരായിട്ട് ശക്തമായ പോരാട്ടം നടത്തി. അവർ അധികാരത്തിൽ വന്നു. 15 വർഷമാണ് മമത ഭരിച്ചത്. ഈ മമതയുടെയും CPMന്റെയും ദുർഭരണം കണ്ട് മടുത്ത ആളുകളാണ് പതുക്കെ BJPയോട് ചേർന്നത്. അങ്ങനെ BJP ആദ്യമായിട്ട് പശ്ചിമ ബംഗാൾ വിജയിച്ചു. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. കാരണം അത്രയൊന്നും ശക്തിയില്ലാത്തൊരു സംസ്ഥാനത്ത് BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു സംസ്ഥാനത്ത് BJP അധികാരം പിടിച്ചെടുക്കുന്നു. അതും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരം പിടിച്ചെടുക്കുന്നു. ഈ ഒരു വിജയം സ്വാഭാവികമായും BJPയിൽ ഏറ്റവും അധികം അവർ പ്രതീക്ഷ ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്നത് ബംഗാൾ ആവർത്തിക്കാൻ തങ്ങൾക്ക് പഞ്ചാബിൽ കഴിയുമോ എന്നുള്ളതാണ്. പഞ്ചാബും ബംഗാളും തമ്മിൽ നിരവധി വ്യത്യാസങ്ങൾ. ഒന്ന്, പഞ്ചാബ് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. ബംഗാൾ കിഴക്കൻ ഭാഗത്ത് ബംഗ്ലാദേശ് ബോർഡറിലൊക്കെയുള്ള അതിർത്തി സംസ്ഥാനമാണെങ്കിൽ പഞ്ചാബ് പാകിസ്ഥാനും ഒക്കെ ആയിട്ട് ചേർന്ന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം എന്ന് പറയുന്നത് സിഖുകാരാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം സിഖുകാർ BJPയിൽ ഉണ്ടെങ്കിലും പൊതുവെ ഹിന്ദുക്കൾക്ക് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ് BJP. സിഖുകാരും BJPയിൽ ഉണ്ടെങ്കിലും പഞ്ചാബിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളാണ് കൂടുതലും BJPയുടെ കൂടെയുള്ളത്. അതും BJPക്ക് കൂടുതൽ സ്വാധീനമുള്ളത് നഗരപ്രദേശങ്ങളിലാണ്. എന്നാൽ അകാലിദൾ, സിഖുകാർക്ക് നല്ല പ്രാതിനിധ്യമുള്ള അകാലിദൾ, ആ അകാലിദൾ BJP സഖ്യമാണ് കുറച്ചു കാലം പഞ്ചാബ് ഭരിച്ചിരുന്നത്. 2012ലെയും 2017ലെയൊക്കെ ഇലക്ഷനിൽ BJP അകാലിദൾ സഖ്യമായിരുന്നു. BJP അകാലിദൾ സഖ്യം എന്ന് പറയുമെങ്കിലും ദേശീയ തലത്തിൽ BJPയാണ് ഒന്നാം കക്ഷിയെങ്കിലും അകാലിദളായിരുന്നു പഞ്ചാബിലെ ഏറ്റവും വലിയ കക്ഷി. അവരുടെ ഒരു കക്ഷി മാത്രമായിരുന്നു BJP ഉണ്ടായിരുന്നത്. BJP പഞ്ചാബിൽ വളരാൻ വേണ്ടി അവർ കാര്യമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നഗരങ്ങളിലായിരുന്നു BJP ജയിച്ചിരുന്നത്. നഗരങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിലും നഗരങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ആയിരുന്നു BJP ജയിച്ചിരുന്നത്. ഡൽഹിയിലെ പരാജയത്തിന് ശേഷം ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ സ്വാധീനം ഉള്ളത് പഞ്ചാബിലാണ്. പക്ഷേ പഞ്ചാബിലെ ഭരണത്തിനെതിരായിട്ട് വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രധാനപ്പെട്ട 2 മുന്നണികൾ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ കോൺഗ്രസും ആണെന്ന് പറയാം. കാരണം പഞ്ചാബ് ഭരിച്ചിരുന്ന അകാലിദൾ ആ പഴയ അകാലിദളാണോ ഇപ്പോഴത്തെ അകാലിദൾ എന്ന് ചോദിച്ചാൽ നമുക്ക് അല്ല എന്ന് പറയേണ്ടി വരും. കാരണം അകാലിദളിന് കാര്യമായ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. കാരണം അവർ ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് നേരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സിഖ് മതവിഭാഗത്തിനകത്തുള്ള പല വിഭാഗങ്ങൾ തമ്മിലുള്ള ആ അനൈക്യം സ്വാഭാവികമായും പല ഗ്രൂപ്പുകളും അകാലിദളിൽ നിന്ന് വിട്ടുപോയി. സ്വാഭാവികമായിട്ടും അത് അകാലിദളിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അകാലിദൾ BJP സഖ്യം പൊളിയുന്നത് കർഷക സമരത്തോടു കൂടിയാണ്. ആ സമയത്ത് കോൺഗ്രസ്സാണ് പഞ്ചാബിൽ ഭരണം നടത്തുന്നത്. ആ കർഷക സമര സമയത്ത് കേന്ദ്രത്തിലെ BJP സർക്കാരിനകത്ത് അകാലിദളിൻ്റെ മന്ത്രി ഉണ്ടായിരുന്നു. പക്ഷേ അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു. പതുക്കെ അവർ മുന്നണിയിൽ നിന്ന് രാജിവെക്കുകയാണ്. അങ്ങനെ പഞ്ചാബിൽ BJP വേറെയായി, അകാലിദൾ വേറെയായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അകാലിദളും ശക്തമായ തിരിച്ചടി നേരിട്ടു. BJPക്കും ശക്തമായ തിരിച്ചടി നേരിട്ടു. BJP 73 സീറ്റിലാണ് മത്സരിച്ചത്. അവർക്ക് 2 സീറ്റ് മാത്രമാണ് കിട്ടിയത്. അതായത് മുൻ കാലഘട്ടങ്ങളിൽ സഖ്യമായി മത്സരിക്കുന്ന BJPയും അകാലിദളും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. BJP 73 സീറ്റിൽ മത്സരിക്കുന്നു. 117 അംഗ നിയമസഭയിൽ 73 സീറ്റിൽ മത്സരിക്കുന്നു. അവർക്ക് 2 സീറ്റ് കിട്ടുന്നു. അതേസമയത്ത് 97 സീറ്റിൽ മത്സരിച്ച അകാലിദളിന് 3 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. കാരണം അകാലിദൾ എന്ന് പറയുന്നത് എത്രയോ കാലം പഞ്ചാബ് ഭരിച്ചിരുന്ന പാർട്ടിയാണ്. പക്ഷെ അവർക്ക് 18.89% വോട്ട് കിട്ടി. BJPക്ക് 6.78% വോട്ട് കിട്ടി. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായിട്ട് അവർ പഞ്ചാബിൽ സ്വാധീനമുണ്ടാക്കിയെടുക്കാനും അർബൻ കേന്ദ്രങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഹിന്ദുക്കളോടൊപ്പം തന്നെ സിഖുകാരെയും തങ്ങളുടെ കൂടെ കൊണ്ടുവരാനൊക്കെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്തി. പഞ്ചാബിലെ സിഖ് നേതാക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് കോൺഗ്രസ്സുകാരായിരുന്നിട്ടുള്ള അമരീന്ദർ സിംഗ്, മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിനെ പോലത്തെ ആളുകൾ തന്നെ, ബിട്ടുവിനെ പോലത്തെ ആളുകളൊക്കെ തന്നെ BJPയിൽ വന്നു. അങ്ങനെ ഒരു ശക്തിപ്പെടാനുള്ളൊരു ശ്രമം BJP വളരെ നന്നായിട്ട് നടത്തുന്നുണ്ട്. അപ്പം BJPക്ക് ഒറ്റയ്ക്ക് പഞ്ചാബ് പിടിച്ചെടുക്കുക എന്നുള്ളത് തികച്ചും അസാധ്യമായ കാര്യമാണെന്ന് പറയാം. കാരണം പഞ്ചാബിലെ ഡെമോഗ്രഫി അങ്ങനെയാണ്, പഞ്ചാബിലെ രാഷ്ട്രീയ സ്ഥിതി അങ്ങനെയാണ്. അതേപോലെ തന്നെ പഞ്ചാബിൽ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടി ഭരണത്തിനെതിരായിട്ടുള്ള വികാരം ഉണ്ടാകുന്ന സമയത്ത്
പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനാണ് അത് കിട്ടുക. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 117 സീറ്റിൽ 92 സീറ്റ് നേടി. കോൺഗ്രസിനാകട്ടെ, തൊട്ടു മുമ്പ് ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസിനാകട്ടെ 18 സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് പഞ്ചാബിലെ ഒരു സ്ഥിതി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കാര്യങ്ങൾ മറിയുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ മത്സരിച്ചു. പക്ഷേ BJPക്ക് ഒറ്റ സീറ്റും കിട്ടിയിരുന്നില്ല. അകാലിദളിനാകട്ടെ ബട്ടിൻ്റെ സീറ്റ് കിട്ടി. പക്ഷേ അകാലിദളിനേക്കാൾ വോട്ട് BJPക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18%-ലധികം വോട്ട്, 18.89% വോട്ട് നേടിയ അകാലിദളിന് 13%-ലേക്ക് അവരുടെ വോട്ട് താണു. പക്ഷേ 6.78% കിട്ടിയ BJP ആകട്ടെ അത് 18.5-ലേക്ക് BJP തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം അകാലിദൾ 13.42%-ലേക്കും BJP 18.56%-ലേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി എന്നുള്ളതാണ്. ഇത് വ്യക്തമാക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ് വന്നിരിക്കുന്നു. കാരണം BJP ഇതുവരെ അകാലിദളിനായിട്ട്, കാരണം അകാലിദൾ BJP അകന്നു കഴിഞ്ഞിരുന്നു. അത് കർഷക സമരത്തോടും മാത്രമല്ല, പിന്നീട് അകാലിദൾ സർക്കാരിൻ്റെ തെറ്റായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം BJP അകാലിദൾ സഖ്യം എന്ന് പറയുന്ന സമയത്ത് ആ വോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും BJP നേതൃത്വത്തിനും അകാലിദൾ നേതൃത്വത്തിനൊക്കെ ഉണ്ട്. അതായത് എല്ലാ സ്ഥലത്തെയും BJP വോട്ടുകൾ അകാലിദളിനും, അതുപോലെ തന്നെ അകാലിദൾ മത്സരിക്കുന്ന സ്ഥലത്തെ BJP വോട്ടുകൾ മുഴുവൻ അകാലിദളിന് കിട്ടുക, BJPയുടെ വോട്ട് അങ്ങോട്ട് പോകുക, അങ്ങനെ ഒരു സംഭവം പൂർണ്ണമായി നടക്കുക, വോട്ട് ഷിഫ്റ്റിംഗ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ എന്ത് തന്നെയായാലും അകാലിദളിൻ്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ചെറിയ ചെറിയ സൂചനകൾ വന്നിരിക്കുന്നു. അതായത് ഇത്തവണ ഒരു അകാലിദൾ BJP സഖ്യം വീണ്ടും പഞ്ചാബിൽ വരുമോ എന്നുള്ളതാണ്. അകാലിദളിൻ്റെ മുൻ കേന്ദ്രമന്ത്രിയൊക്കെ അതിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. പല നേതാക്കന്മാരും, വിക്രം മജീദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ BJP സഖ്യമാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് BJPയുടെ പഞ്ചാബിൽ നിന്നുള്ള തരുൺ ചുഗ്, ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സഖ്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു സഖ്യം വരികയാണെങ്കിൽ BJP അകാലിദൾ സഖ്യം ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇന്നത്തെ വോട്ടിംഗ് നിലവാരം വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഒരു 33%-ഓളം വോട്ട് ഈ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. അത് ത്രികോണ മത്സരം നടക്കുന്ന സമയത്ത് 33% വോട്ട് അല്ലെങ്കിൽ 32% വോട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമായ വോട്ടാണ്. അതുപോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന സമയത്ത് ഭരണവിരുദ്ധ വികാരം അത് BJPക്കും അനുകൂലമായി ലഭിക്കും, ചിലപ്പോൾ കോൺഗ്രസിനും അനുകൂലമായി ലഭിക്കും. ഒരു BJP സെപ്പറേറ്റ് നിൽക്കുന്നു, കോൺഗ്രസ് സെപ്പറേറ്റ് നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ, ഒരു പക്ഷേ അകാലിദൾ സെപ്പറേറ്റ് നിൽക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനാണ് പോവുക. പക്ഷേ BJP അകാലിദൾ സഖ്യമായിട്ട് വരുന്ന സമയത്ത്, അതൊരു വലിയൊരു ഫോർമഡബിൾ ഫോഴ്സായിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം ഈ സഖ്യത്തിന് കിട്ടാൻ സാധ്യത. അപ്പോൾ അത് വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു രണ്ട് മുന്നണികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട മത്സരം എന്നതിൽ നിന്നുപരി അത് മാറിക്കൊണ്ട് ത്രികോണ മത്സരം, ശരിയായ ത്രികോണ മത്സരമാണ് പഞ്ചാബിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് BJPക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെയും പ്രശ്നം ഉദിക്കുന്നുണ്ട്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ അവർ ഇതുവരെ അകാലിദളായിട്ട് സഖ്യം വിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഒരു മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ ആ മുന്നണിയിലെ മേധാവിത്വത്തിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരം സ്വാഭാവികമായി നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 18%-ലധികം വോട്ട് നേടിയ സമയത്ത്, 18.56% വോട്ട് നേടിയ സമയത്ത് അകാലിദളിന് 13.5% വോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ BJPക്ക് ആവശ്യപ്പെടാം അല്ലെങ്കിൽ അവകാശപ്പെടാം തങ്ങളാണ് ഒന്നാം കക്ഷി എന്ന് അവകാശപ്പെടാം. അപ്പം അങ്ങനെ ഒരു തർക്കം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ അത് ചർച്ചകളിലൂടെ പരിഹരിക്കുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ, കാരണം ആം ആദ്മി പാർട്ടി ഭരണകൂടത്തിനെതിരായിട്ട് ശക്തമായ വികാരമുണ്ട്. നേരത്തെ ഇത് കോൺഗ്രസ് ഭരണത്തിനെതിരായിട്ടുള്ളൊരു വികാരമായിരുന്നു. അതാണ് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറിയത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് മുന്നണികളെയും മാറ്റിക്കൊണ്ട് BJPക്ക് വീണ്ടും പഞ്ചാബിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നഗരങ്ങളിലൊക്കെ തന്നെ, പത്താൻകോട്ട് ആണെങ്കിലും അമൃത്സറിലാണെങ്കിലും ഹോഷിയാർപൂരിലാണെങ്കിലും ജലന്ധറിലാണെങ്കിലൊക്കെ തന്നെ BJP വളരെ ശക്തമാണ്. അതേസമയത്ത് ഗ്രാമപ്രദേശങ്ങളിൽ അകാലിദളും ശക്തമാണ്. അപ്പോൾ ഈ ഒരു BJP അകാലിദൾ കോമ്പിനേഷൻ വീണ്ടും പഞ്ചാബിൽ അങ്ങനെ ഒരു വരികയാണെങ്കിൽ, അതിപ്പോഴും അത് ഉറപ്പായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് ജയിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്.